പ്രയോറിറ്റി നിങ്ങൾ ഫസ്റ്റ് ഹെൽത്തിൽ കൊടുക്കുക. ലോക്കായി കഴിഞ്ഞിട്ട് പിന്നെ കൈയിട്ട് കാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ പറഞ്ഞ കാര്യമില്ല. ഹലോ ഗായ്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സംഭവം നിങ്ങളിപ്പം ബാംഗ്ലൂർ നഴ്സിംഗ് ആണെങ്കിലും വേറെ ഏത് കോഴ്സാണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എൻ്റെ ബ്ലോഗൊക്കെ കണ്ട് കോളേജിലൊക്കെ അഡ്മിഷൻ എടുത്തത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആരുടെ ബ്ലോഗാണെങ്കിലും കാര്യമാണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നഴ്സിംഗിന്, കാരണം ഇപ്പം എഞ്ചിനീയറിംഗ് ആണെങ്കിലും വേറെ ഏതെങ്കിലും ഒരു കോഴ്സാണെങ്കിൽ ഇത്രയും റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. കോളേജ് മാനേജ്മെൻറ്റ് അങ്ങനെയൊന്നും ആവുമെന്ന് തോന്നുന്നില്ല. അപ്പം പക്ഷെ നഴ്സിംഗിന് അങ്ങനെയല്ല. നഴ്സിംഗിന് വേറൊരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. അപ്പം സംഭവം അത് കുറച്ച് റെസ്ട്രിക്ഷൻസ് കാണും, റൂൾസ് കാണും. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് കോളേജ് എത്രയൊക്കെ ബിസി ആണെങ്കിലും നിങ്ങൾ നാട്ടിൽ നിന്ന് നിങ്ങൾ കോളേജ് വന്ന് അന്വേഷിക്കുക. കാരണം നിങ്ങൾ അടുത്ത 4 ഇയേഴ്സിൽ അവിടെയാണ് പഠിക്കാൻ പോകുന്നത്. കാരണം 4 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ PSC നഴ്സിംഗ് ആണ്. അപ്പം PSC നഴ്സിംഗ് 4 ഇയേഴ്സ് ആണ്. അത് വേറെ ഇപ്പം ജനറൽ നഴ്സിംഗ് ഉണ്ട്. അപ്പം എന്താണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് കോളേജ് ചെന്ന് തിരക്കുന്ന സമയത്ത് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് ഫുഡും ടീച്ചിങ്ങും ഒക്കെ ആയിരിക്കും. അതർ ദാൻ ദാറ്റ് അതിനെക്കാട്ടി കുറേ കാര്യങ്ങൾ വീണ്ടും കിടപ്പുണ്ട്. അതായത് മാനേജ്മെന്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ ചോദിച്ച് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ അത് ഫസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആണ് കോളേജിലുള്ളത് എന്ന് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എന്നാലേ നിങ്ങൾക്ക് എന്താ പറയുക അഡ്മിഷൻ എടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ അവിടെ പെട്ടുപോയി നിങ്ങൾ ലോക്കായി കഴിഞ്ഞിട്ട് പിന്നെ കൈയിട്ട് കാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ ഉള്ള എല്ലാവരും അങ്ങനെയാണ്. ഏകദേശം നഴ്സിംഗ് കോളേജസിലൊക്കെ ചെന്ന് പെട്ട് പിള്ളേർ മെസ്സേജ് അയക്കുന്നത്. അപ്പം ഫസ്റ്റ് നിങ്ങൾ ചെല്ലുമ്പോഴേ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോഴേ നിങ്ങൾ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആണ് അവിടെ ഉള്ളത് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. ലൈക്ക് ഞാൻ കുറേ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. കമൻസിനകത്ത് കൂടുതലും ഞാനിങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് പറയുന്നതാണ്, ഇതേപോലെ അല്ല ഞങ്ങളുടെ മെസ് ഫുഡ് വരുന്നത്, ഇതേപോലെ അല്ല ഇവിടുത്തെ കാര്യങ്ങൾ, ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്. അപ്പോൾ അതാണ് ഞാൻ മുൻപിലത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് ഫുഡ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങൾ ഫസ്റ്റ് ഹെൽത്തിൽ കൊടുക്കുക. ഇപ്പോൾ മെഡിക്കൽ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ ലീവ് എടുക്കേണ്ട സമയത്ത് നിങ്ങൾ ഫസ്റ്റ് തന്നെ പറയാം എനിക്ക് ഇതേപോലെ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ലീവ് എടുക്കേണ്ട സമയത്ത് അവരുടെ ഫസ്റ്റ് ചോദിക്കുക ഇവിടെ ലീവ് എടുക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഈ കമന്റ് ഇട്ടവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ പറഞ്ഞ കാര്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി ആ കോളേജിൽ ലോക്കായി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എത്രയോ ലക്ഷങ്ങൾ കൊടുത്ത് നമ്മൾ പഠിക്കുന്നതാണ്. നഴ്സിംഗ് സ്റ്റുഡൻസ് എല്ലാം അങ്ങനെ തന്നെ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് നിങ്ങൾ മാനേജ്മെന്റ് മാത്രമല്ല, ആ കോളേജസിന് ഹോസ്പിറ്റലുണ്ടോ, പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടോ, കുറേ ഞാനിങ്ങനെ ബ്രോഷേഴ്സും ആഴ്ചയിലൊക്കെ കണ്ട പല പല കാര്യങ്ങൾ ഞാൻ എന്താ പറയുക ഇങ്ങനെ കുറേ പിള്ളേർ ചേച്ചി ഇതേപോലെ ഞാൻ കണ്ടിട്ട് ആ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെന്ന സമയത്ത് ഭയങ്കര കാര്യമാണ്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് അവിടെ ആ പറഞ്ഞ ഫെസിലിറ്റീസ് ഒന്നും കിട്ടുന്നില്ല. അതിനെക്കാട്ടി ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ മെഡിക്കൽ ലീവിന്റെ ഒക്കെ കാര്യങ്ങൾ. അപ്പം നിങ്ങൾ അവിടെ അറ്റൻഡൻസ് എത്രമാത്രം ഉണ്ട്, നിങ്ങൾക്ക് എത്ര ലീവ് എടുക്കാൻ പറ്റും, പിന്നെ അവരുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയാണ്. ഹോസ്പിറ്റലിൽ സെയിം തന്നെ. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ അവിടെ പേഷ്യൻസ് ഉണ്ടോ, നിങ്ങൾ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ A to Z നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കി വെക്കുക. കാരണം നിങ്ങൾ 4 വർഷം അവിടെ തന്നെ പഠിക്കാൻ പോകുന്നതുകൊണ്ട് നമുക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ അത്രയും ലാക്സ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളെ കൊണ്ടുപോകുന്ന ആളുടെക്ക് അതർ ദാൻ ദാറ്റ് അവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻസിനെ എന്താ പറയുക വിളിച്ച് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പം എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാനലിനെ കുറിച്ചാണ്. സംഭവം ഞാൻ ഇടുന്നത് കംപ്ലീറ്റ്ലി ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എന്നുള്ള നിലയ്ക്കാണ്. അപ്പം ഞാൻ എൻ്റെ ഹോസ്റ്റൽ ഫുഡൊക്കെ ഇടുന്നത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ പോലെയൊക്കെയാണ്. അപ്പം അത് തന്നെ ആയിരിക്കണം എന്നപ്പം ഇല്ല സംഭവം. അപ്പം നിങ്ങൾ കാരണം എൻ്റെ ഇപ്പം കോപ്പപ്പ് ചെയ്യുന്ന ഒരു എബിലിറ്റി പോലെ ആയിരിക്കില്ല ഒരു വേറൊരു കുട്ടിക്ക് വരുമ്പം. അതായത് സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഇപ്പോൾ വേറൊരായിരിക്കും. എനിക്കിപ്പോൾ ഫുഡ് പിടുത്തം ഓക്കെയാണ്, പക്ഷെ വേറൊരു കുട്ടി വരുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഫസ്റ്റ് മെയിനായിട്ടുള്ള കാര്യമാണ് ഫുഡ് മാത്രമായിട്ട് നിങ്ങൾ നോക്കാണ്ടിരിക്കുക. ഇവിടുത്തെ അറ്റൻഡൻസിന്റെ ബേസിസ് എങ്ങനെയാണ്, മാനേജ്മെന്റിന്റെ എന്താ പറയുക ഒരു താല്പര്യം എങ്ങനെയാണ്, ഒരു സ്റ്റുഡന്റിനോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. കാരണം ഞാൻ കുറേ കമന്റ്സ് ഇങ്ങനെ കണ്ടു, ചേച്ചി ഇങ്ങനെയൊന്നും അല്ല, ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഇങ്ങനെയൊന്നും അല്ല, ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ട്, കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം ഞാൻ എൻ്റെ ചാനലിനെ കുറിച്ച് പറഞ്ഞു വന്നത് ഞാൻ കംപ്ലീറ്റ്ലി ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. എൻ്റെ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ തന്നെ. ഇപ്പോൾ വീഡിയോ ഇടുമ്പോഴും വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ അല്ലെങ്കിൽ Q&A പോലെ എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുള്ള നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് ഞാൻ പറയാറുള്ളത്. കംപ്ലീറ്റ്ലി ഞാൻ കോളേജിനെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആക്കിയിട്ടില്ല. അപ്പം ആരും എന്താ പറയുന്നത് നിങ്ങൾക്ക് കോളേജസ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ ഏത് കോളേജാണെങ്കിലും ബാംഗ്ലൂർ ഏത്
ബാംഗ്ലൂർ മാത്രമല്ലെന്ന് എനിക്ക് തോന്നുന്നു. നഴ്സിങ്ങിന് മൈസൂർ അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. ഇഷ്ടംപോലെ കോളേജസ് ഉണ്ട് നഴ്സിങ്ങിന് മാത്രമായിട്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടടുത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രമുഖ ഇൻസ്റ്റഗ്രാമിലുണ്ട്, പുള്ളിക്കാരൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പുള്ളി ഇതേപോലെ ഒരു എന്താ പറയുക ബാംഗ്ലൂരിലൊരു കോളേജിൽ പുള്ളിക്കാരൻ ഇതേപോലെ നഴ്സിങ്ങിന് കയറിയിട്ട് അവിടെ പുള്ളിക്കാരൻ ഒക്കുന്നില്ലായിരുന്നു. കറക്റ്റ് പുള്ളിക്കാരൻ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ലോക്കായി അവിടെ അങ്ങനെ ലോക്കായതുകൊണ്ട് എനിക്കത് പറ്റില്ല അങ്ങനെ ഒരു സ്ഥലത്ത്, കാരണം ഹോസ്റ്റലിൽ ഇത്ര സമയത്തിനുള്ളിൽ കയറണം അങ്ങനെ എങ്ങനെയാണെന്നുള്ള രീതിക്ക്. അപ്പം അങ്ങനെ ഒരു പുള്ളിക്കാരൻ ആ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു കോഴ്സിന് ജോയിൻ ആയിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല. കാരണം നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വെച്ചിട്ട് ആയിരിക്കും ഓരോരുത്തരുടെ ലൈഫ് ഡിസിഷൻസും. എനിക്കിപ്പോൾ നഴ്സിംഗ് പഠിക്കണം എന്ന് തന്നെ വന്ന് പഠിക്കുന്ന കുറേ പിള്ളേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം ചെന്ന് തല വെച്ച് കൊടുക്കാമെന്നേ എനിക്ക് പറയാനുള്ളൂ. അഡ്മിഷൻ എടുക്കേണ്ട സമയത്ത് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾക്ക് ആ എടുക്കുന്ന കോളേജിന് ഹോസ്പിറ്റലുണ്ടോ, അല്ലെ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടോ, അവിടെ പേഷ്യൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഹോസ്റ്റലുണ്ടോ, ഹോസ്റ്റൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്റ്റുഡൻറ്റും ടീച്ചറുമായിട്ടുള്ള റിലേഷൻ അവിടെ എങ്ങനെയാണ്, അതായത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഞാനിങ്ങനെ പറയുന്ന സമയത്ത്. അപ്പം അത് കാരണം എനിക്ക് കുറേ പിള്ളേർ ഭയങ്കര ഷോക്കായിട്ട് ഞാൻ എൻ്റെ വൈറലായ കുറേ റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടറിയാം. അതിൻ്റെ അടിയിലെല്ലാം ഇങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് കിട്ടിയത് ഭയങ്കര സ്വർഗ്ഗമാണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു സ്റ്റൈല് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഞാൻ എൻ്റെ ഹോസ്റ്റൽ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ മാത്രമേ ഞാൻ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളൂ. അപ്പം എന്ന് പറഞ്ഞ് നിങ്ങൾ എൻ്റെ കോളേജ് ഇങ്ങനെയാണെന്നൊന്ന് ജഡ്ജ് ചെയ്യരുത് ഒരിക്കലും. ഞാൻ എൻ്റെ ചാനൽ എപ്പോഴും കൊണ്ടുവന്ന ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്നൊരു നിലയ്ക്കാണ്. അപ്പം നിങ്ങൾ ഒരിക്കലും എൻ്റെ കോളേജ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യില്ല, നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തിട്ട്. സോ എൻ്റെ വീഡിയോസ് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജസ്റ്റ് ബ്രോഷേഴ്സ് അല്ലെങ്കിൽ ഏജൻസ് പറയുന്ന അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോയുടെ ബേസിസിൽ ഒരു കോളേജിനെ നിങ്ങൾ ജഡ്ജ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം 4 വർഷം നിങ്ങൾ പഠിക്കാൻ പോകുന്നതാണ്. അപ്പം നിങ്ങൾ അവിടെ പഠിക്കുന്ന ആരെങ്കിലുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. നഴ്സിംഗ് തന്നെ ആവണമെന്നില്ല, വേറെ ഏത് കോഴ്സാണല്ലോ അങ്ങനെ തന്നെ. അപ്പം ഇത്രയൊക്കെയാണ് കാര്യം എനിക്ക് പറയാനുള്ളത്. അപ്പം കുറേ പിള്ളേരിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം അത്രയുള്ള കാര്യം അടുത്തവിടെ കാണാം. പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, പിന്നെ ഇതേപോലത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാനും, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തവിടെ കാണാം.